ഇന്ന് രാവിലെ 10 മണി തൊട്ട് നല്ല സ്നോ സ്റ്റോം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മഞ്ഞാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോവാം. സ്കൂളിൽ നിന്നല്ല, അവർ ബസ്സിന് വരും. ബസ്സിന് നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് ആ ഇൻ്റർസെക്ഷനിൽ വരും. അപ്പോൾ അവിടെ നിന്ന് പോയി പിക്ക് ചെയ്യണം. പക്ഷേ നല്ല സ്നോ ആണ്. അപ്പോൾ ഇതുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് രാവിലെ 10 മണി തൊട്ട് ഈ അവസ്ഥയാണ്. ആക്ച്വലി ഈ കൊല്ലം തണുപ്പിച്ചിരി കുറവാണ്. സ്നോയും കുറവായിരുന്നു. ഞാൻ ടൊറൻറ്റോയിലെ കാര്യം പറഞ്ഞു കേട്ടോ, എസ്പെഷ്യലി GTA കാര്യം പറഞ്ഞു. തണുപ്പൊക്കെ ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ടും വലിയ തണുപ്പ് എല്ലാ കൊല്ലം ഉള്ളതുപോലെ വലിയ മൈനസിലോട്ടൊന്നും അധികം പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം അടുപ്പിച്ച് മൈനസിലോട്ടൊക്കെ പോയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ 1 ഡിഗ്രി 2 ഡിഗ്രി ഒക്കെയാണ്. പക്ഷേ ബാക്കിയുള്ള പ്രൊവിൻസുകളിലൊക്കെ നല്ല സ്നോ ആണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ ഇപ്പോൾ കാർ എടുക്കണമെങ്കിൽ കാർ ഇനി ക്ലീൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ. അവർ പിള്ളേർ വരുന്നത് അവിടെ ആ വണ്ടി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു ഇൻ്റർസെക്ഷനിലാണ്. പക്ഷേ ഈ തണുപ്പത്ത് അവരെ നടത്തിക്കൊണ്ട് വരാനും പറ്റത്തില്ല ഈ മഞ്ഞത്ത്. പക്ഷേ ഞങ്ങളുടെ ഈ ഡ്രൈവേക്ക് ഒരു ഗുണമുണ്ട്. ഇതിന് ഇവിടെ വരെ ഒരു ഷെയ്ഡ് ഉള്ളതുകൊണ്ട് ഇത്ര ഏരിയയിൽ മഞ്ഞ് വീഴത്തില്ല. അപ്പോൾ അത് കോരണ്ട, ഇവിടുന്ന് അങ്ങോട്ട് കോരിയാൽ മതി. ഞങ്ങളുടെ പഴയ വീടും ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ വീടിന് നമുക്കിതാ ഇവിടെ ആ പോസ്റ്റിൻ്റെയും ഇതിൻ്റെ ഇപ്പുറത്തെ ഇവിടെ ആയിട്ടൊരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞ് കോരണം. ഇവിടെ താമസിക്കുന്നവർ തന്നെ എൻ്റെ ഫ്രണ്ടിലത്തെ മഞ്ഞും കോരണം. പഴയ വീട്ടിൽ അങ്ങനെ ഫ്രണ്ടിൽ വാക്ക് വേ ഇല്ലാത്തതുകൊണ്ട് അത്ര ഏരിയയിലെ മഞ്ഞ് കോരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം അങ്ങനെ ഒരു പണി കിട്ടി. അടിപൊളി. ഞാൻ ആക്ച്വലി ഈ കൊല്ലം വിൻ്റർ ടയർ ഇട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഹോണ്ടയുടെ ഷോറൂമിൽ നിന്ന് ഒരു ദിവസം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഈ വണ്ടി അവർക്ക് തിരിച്ചു കൊടുക്കുന്നു, അവർ വേറെ വണ്ടി തരാമെന്ന് പറഞ്ഞു. കാര്യം യൂസ്ഡ് കാറിന് ഈ സമയത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ ഈ വണ്ടിയുടെ സെയിം റേറ്റിന് പുതിയ വണ്ടി തരാമെന്ന് പറഞ്ഞു, ലീസിന് തന്നെ. അപ്പം ഞാനത് ഓക്കെ പറഞ്ഞു. ഫെബ്രുവരി കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ഏപ്രിലൊക്കെ ആവും എന്നാണ് പറയുന്നത്. സെയിം വണ്ടി തന്നെ, ഇതിൻ്റെ കഴിഞ്ഞ് വൈറ്റ് കളറ്. പക്ഷേ അതിപ്പോൾ എടുക്കണോ വേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുക. കാര്യം ഇനിയും എന്തായാലും അത് ഹൈബ്രിഡ് അല്ല, ഒരു പുതിയ വണ്ടി 2023 മോഡൽ ഹൈബ്രിഡ് അല്ല. അപ്പോൾ ഇനി ഹൈബ്രിഡിൻ്റെ ഇലക്ട്രിക്കിൻ്റെ ഒക്കെ കാലമാണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഇനി 4 കൊല്ലം ലീസിന് ഓടിച്ച് അത് ഞാൻ ആലോചിക്കണം എങ്ങനെയാണ്. ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം കുട്ടികളെ വിളിക്കാൻ വേണ്ടി വന്നാൽ ഇവിടെ സ്ഥലമില്ല. ഞാൻ അപ്പുറത്ത് കൊണ്ടിടാം. ഭയങ്കര കാറ്റ്, രക്ഷയില്ല. ഞാൻ തൽക്കാലം ഇവിടെ കൊണ്ടിട്ട് വണ്ടി ഇവിടെ ഫയർ ഹൈഡ്രൻ്റെ മുന്നിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്ത്. എന്തായാലും ഞാൻ മറ്റേ ഹസാർഡ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. സ്കൂൾ ബസ് ഇവിടാണ് വരുന്നത്. നല്ല തണുപ്പ്, നല്ല മഞ്ഞ്. ഈ വിൻ്ററിൽ ഈ കാറില്ലെങ്കിലത്തെ ഒരു മെയിൻ പ്രശ്നം ഇതാണ്. നമുക്ക് കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിളിക്കാൻ പോകണമെങ്കിൽ ഇച്ചിരി ദൂരമാണെങ്കിൽ നടന്ന് ഈ മഞ്ഞത്തൊക്കെ പോകേണ്ടി വരും. അതൊരു വിഷയമാണ് ഇവിടെ. അതാ ഇവിടെ സ്കൂൾ ബസ് വന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റി? അടിയായ രണ്ടുപേരും. പിള്ളേരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാം. കാറ് അവിടെ കയറി വണ്ടി കയറി. ഇവിടെ കാനഡയിൽ ഇങ്ങനെ കാനഡയിലെ US ഇങ്ങനെ സ്കൂൾ ബസ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സൈഡിൽ നിന്നും പിന്നെ ഈ സൈഡിൽ നിന്നും വേറെ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, ഈ സ്കൂൾ ബസ് ഇവിടുന്ന് പോകുന്നത് വരെ. അപ്പോൾ നമുക്ക് സേഫായിട്ട് കുട്ടികൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. ബാ അമ്മ ഇന്ന് വർക്ക് ഫ്രം ഹോം. ഇവിടെ നിറയെ മഞ്ഞ് നിറഞ്ഞ് കല്ലും അവിടെ ഉരിയിടും. ഷുഷോടൂരി. എനിക്ക് തോന്നുന്നു ഈ വിൻ്ററിൽ ഇതുവരെ വീണതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മഞ്ഞ് ഇന്നാണെന്ന് തോന്നുന്നു വീണത്. ഇതാ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എൻ്റെ ഈ ടയർ വിൻ്റർ ടയറല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ മഞ്ഞത്തൊക്കെ ഇറക്കി കഴിഞ്ഞത് പൊതഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടത്തെ പോയപ്പോൾ തന്നെ ഇപ്പോൾ പിള്ളേരെ വിളിക്കാൻ പോയപ്പോൾ തന്നെ 2-3 ഇടത്ത് ചെറുതായിട്ടൊന്ന് സ്റ്റക്കാവുന്ന പോലെ തോന്നി. അപ്പോൾ ഈ വിൻ്റർ ടയർ ആക്ച്വലി അത്യാവശ്യമാണ്. ഇത് ഓൾ സീസൺ ടയർ ആയതുകൊണ്ട്
ഓൾമോസ്റ്റ് അത്രയും ഗ്രിപ്പ് വിൻ്റർ ടയറിൻ്റെ അത്രയും ഗ്രിപ്പ് കിട്ടത്തില്ല. അതാണ് പ്രശ്നം. ബാക്ക് യാർഡിലെ മഞ്ഞ് നമുക്ക് നോക്കിയാലോ. ഇത് ഒരാളിന്ന് മഞ്ഞായിട്ട് വർക്ക് ഫ്രം ഹോമാണ്. ഇത് എന്ത് തരം വർക്ക് ഫ്രം ഹോമാണ്? കാശി ഇവിടെ കിടന്ന് ഉറങ്ങി. അവനെ ഞെക്കിക്കൊല്ലേ. ബാക്ക് യാർഡിൽ നിന്നുള്ള മഞ്ഞ് വീഴ്ച കാഴ്ച നിറഞ്ഞ് കവിഞ്ഞല്ലോ. ഇന്ന് കോരാൻ ഒരുപാടുണ്ട് ദൈവമേ. അപ്പോൾ വൈകുന്നേരം ഒരു 7:30 ഇപ്പോഴും മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ഇത് കളയുക എന്നുള്ള രീതി ടാസ്കിലേക്ക് കണക്കുകയാണ്. വന്നല്ലോ, നന്നായിരിക്കുന്നു. നല്ല ബെറ്റ് ലുക്ക്. ഇന്ന് രാവിലെ സ്നോ സ്റ്റോം മോർണിംഗ് കണ്ടപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ കൊല്ലം ഇതുപോലെ വിൻ്റർ സമയത്ത് ഒരു മഞ്ഞ് പെയ്യുന്ന വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഈ തവണ ഞാൻ നോക്കിയപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നല്ല മഞ്ഞ്, അപ്പോൾ ഒരെണ്ണം അങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്കിനി എന്തായാലും അടുത്ത ആഴ്ച അടുത്ത വീഡിയോ കാണാം. ഒരു ബൈ പറ. Bye.